നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഇടിവെട്ടി മഴ പെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുമാണ് നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുകയാണ്. ഇനിയുള്ള 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം നോക്കിക്കാണുക എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വിവരമായിരുന്നു. മാർച്ച് 1 മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കാലയളവിൽ 26 ദിവസം കൊണ്ട് വേനൽ മഴയുടെ കണക്കെന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. ഇതുവരെ ഉള്ളതിൽ വെച്ച് റെക്കോർഡ് വേനൽ മഴയാണ് കേരളത്തിന് ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേനൽ മഴ കിട്ടിയത് പോലും ഈ മാർച്ച് മാസത്തിലായിരുന്നു. ഇതുവരെ കിട്ടിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 58.2 മില്ലിമീറ്റർ മഴയാണ്. 2021 ഇത് കേവലം 35.7 മില്ലിമീറ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ്, എറണാകുളം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകൾ ഒഴികെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും അധികം മഴ ലഭിച്ചത് ഇത്തവണയായിരുന്നു. 108 മില്ലിമീറ്റർ മഴ കിട്ടിയ കോട്ടയം ജില്ലയാണ് 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. 100 മില്ലിമീറ്റർ മഴ കിട്ടിയ തിരുവനന്തപുരവും 99 മില്ലിമീറ്റർ മഴ കിട്ടിയ പത്തനംതിട്ടയും തൊട്ടു പിറകെയുണ്ട്. എന്നാൽ കേവലം 4.4 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇത്തവണ കാസർഗോഡ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലേക്ക് തന്നെ ഏറ്റവും കുറവ് വേനൽ മഴ ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയ ജില്ലയും കാസർഗോഡ് തന്നെയാണ്. 2022 കാസർഗോഡ് ജില്ലയിൽ 53 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഭയങ്കരമായ രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞുവെന്ന് വേണം കണക്കാക്കാൻ. കനത്ത ചൂടും അതിന് ബദലായി ലഭിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയുമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 28-ാം തീയതിയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇടിമിന്നൽ ഏറെ അപകടകാരികളാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൈക്കൊള്ളുന്നതിൽ നിന്നും ഒരു കാരണവശാലും ജനങ്ങൾ വിട്ടു നിൽക്കരുത്. അപ്പോൾ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളത് ഓർക്കുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനത്തിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് ഒരു കാരണവശാലും പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തി ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഒക്കെ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മിന്നലിൻ്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാക്കുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്തേക്കാം. മനുഷ്യൻ്റെ ജീവന് പോലും അപകടകരമാകും. മിന്നലാഘാതമേറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനും മെഡിക്കൽ സഹായം നൽകാനുമായി ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.